ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുമ്പിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിലും രുചിയായിട്ടും തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. ഞാൻ ഒരുപാട് നീട്ടുന്നില്ല. ആദ്യം തന്നെ നമുക്ക് ഒരു ഇരുമ്പേട്ടി ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം കടുക് എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കുക. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കാം. അല്ലി കണക്ക് പറയുകയാണെങ്കിൽ ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ 2 ഇൻഗ്രീഡിയൻസിൻ്റെയും ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൂപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഞാനിവിടെ എണ്ണം പറയുവാണെങ്കിൽ ഒരു 30 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അതിനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുവാണ്. ഇതും ചെറുതായിട്ട് ആ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത് 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഞാൻ അതിനകത്തേക്ക് മുളക് പൊടി കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പച്ചമുളക് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കറിയിലും കൊച്ചുള്ളി പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് 2 സ്പൂണോളം മല്ലിപ്പൊടി, 1.5 സ്പൂണോളം മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി നമ്മൾ അധികം ചേർക്കുന്നില്ല. ഇനി ഇതിനകത്ത് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നല്ല രീതിയിൽ പൊടിയുള്ള പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു 10 കാഷ്യൂനട്ടും അതുപോലെ തന്നെ ഒരു വലിയ തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് വൃത്തിയായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കൊഴുപ്പും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടുന്നതാണ്. ഇനി നല്ല രീതിയിൽ ഇതിനെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തക്കാളിയും കാഷ്യൂനട്ടും ഒക്കെ നല്ല രീതിയിൽ വെന്ത് അരപ്പുമായിട്ടൊക്കെ ഒന്ന് കുഴഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കുമ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല രീതിയിൽ അരപ്പിലൊക്കെ കുഴഞ്ഞു വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തെളിഞ്ഞു വരും. ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് കുമ്പിൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിനകത്തേക്ക് കാഷ്യൂനട്ട് അതുപോലെ തന്നെ തക്കാളിയൊക്കെ പേസ്റ്റ് രൂപത്തിൽ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുമ്പിൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏത് കുമ്പിൾ വെച്ചിട്ട് വേണം നമുക്ക് ഈ ഒരു കറി തയ്യാറാക്കാവുന്നതാണ്. ഇനി ഈ അരപ്പിലിട്ട് നമുക്ക് ഈ കുമ്പിളൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കുമ്പിളിൽ അരപ്പൊക്കെ നല്ല രീതിയിൽ ജോയിൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുന്നത്. ഉപ്പൊക്കെ കുമ്പിളിൽ നമ്മൾ നേരത്തെ ഉള്ളി വഴറ്റുന്ന സമയത്ത് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കുമ്പിളിൽ ഇപ്പോൾ ഓൾറെഡി അതിനകത്ത് ഉപ്പ് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ കറിയൊക്കെ തയ്യാറാക്കുന്ന ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ചപ്പാത്തിയും ചോറും ഒക്കെ കഴിക്കുവാണെങ്കിൽ കുറച്ച് ഒരു ഗ്രേവിയൊക്കെ ഉള്ളൊരു കറി വേണ്ടേ. അപ്പോൾ അതിനുമായിട്ടാണ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ അടപ്പ് തുറന്നു നോക്കി. കറി നല്ല രീതിയിൽ കുറുകി വരുന്നുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം. ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നല്ല രീതിയിൽ കറി വെന്ത് കുറുകി വന്നിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ മുകളിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിനകത്തേക്ക് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ചിലവർക്ക് ഇതിൻ്റെ ഒരു ടേസ്റ്റ് പിടിക്കണമെന്നില്ല. അങ്ങനെയുള്ളവർ ചേർക്കണമെന്നുമില്ല. നിങ്ങൾക്ക് ഇതുപോലുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വീഡിയോ, കറി ഉണ്ടാക്കുന്ന വീഡിയോ, എന്ത് വീഡിയോ ആണെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതിയാവും. ഞാനത് ഷെയർ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും
മടിക്കരുത്. അപ്പോൾ ഇതുപോലുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന, ഒരുപാട് അങ്ങ് നീട്ടി വലിച്ച് സംസാരിക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുന്ന ആ ഒരു രീതിയിൽ ഞാനിവിടെ കറി തയ്യാറാക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്.